പരിശുദ്ധ അമ്മയുടെ തിരുവൾത്താരയിൽ കയറി നിന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2010 ബിടെക് പാസ്സായതാണ്. പാസ്സായ കാലം മുതലേ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ബിടെക് മാത്രം പോരാ, എംടെക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കന്ന് അവിടെ കയറാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ബിടെക് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് നോക്കാനേ എനിക്ക് അന്ന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ തൊടുപുഴ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരളത്തിൽ തന്നെ ആ പോളിടെക്നിക്കിൽ മാത്രമേ ഞാൻ പഠിച്ച ബ്രാഞ്ചുള്ളൂ. അപ്പം അവിടെ ഒരു സ്ഥിരമായ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിക്കും, സ്ഥിരമായ ഒരു ജോലി ലഭിക്കും. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ മാതാവേ, എനിക്ക് ഒരു ജോലി ആ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായിട്ടൊരു ജോലി തരണേ എന്ന്. അങ്ങനെ 2013 PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വളരെ കഠിനമായിട്ട് തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, രണ്ടും ചെയ്തുകൊണ്ട് 2015 ഞാൻ പരീക്ഷ എഴുതി. 2017 റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം എൻ്റെ റാങ്ക് 6ാമത്തെ റാങ്കാണ്. ശരിക്കും 2 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് വളരെ വിഷമമായി. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഇത്രയും റാങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അതിനകത്ത് ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളവർ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെതിരെ കേസിന് പോയി. പിന്നെ കേസിന് പോയി കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് 2 പേര് മാത്രമേ മാറുള്ളൂ. പിന്നെയും 4 പേര്, 4ാമത്തെ റാങ്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ 4 പേരിൽ 2 പേരിലേക്ക് എത്തിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴല്ല ഈ 2 റാങ്കിലേക്ക് എത്തണം, മുകളിലുള്ള 2 റാങ്കിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ആ മുകളിൽ കിടക്കുന്ന 4 പേർക്കും ഇതിനേക്കാൾ നല്ലൊരു ജോലി മാതാവ് കൊടുക്കണം എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്കി ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് എനിക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ 2017 നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം ഞാൻ 2019 ഈ നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 2019 ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത സമയമായപ്പോഴത്തേനും എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 2 നിയോഗങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചത്. ഒന്ന്, എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. പിന്നെ ഈ ജോലിയുടെ കാര്യവും ശരിയാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആയി. അതിൻ്റെ സാക്ഷി ഞാനിവിടെ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല. ഞാൻ ഒരു തരത്തിലും നിരാശപ്പെടാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, പുതുക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതായത് 6ാമത്തെ റാങ്കിൽ നിന്നും കേസ് ജയിച്ച് 4ാമത്തെ റാങ്കിലെത്തണം. 4ാമത്തെ റാങ്കിൽ നിന്നും മുകളിൽ കിടക്കുന്നവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ നല്ല ജോലി, ഇതിനേക്കാളും നല്ല ജോലി തന്നെയാണ്. അപ്പോൾ അവരത് നമുക്ക് ഡിലീഷൻ എഴുതി തരണം, അതായത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. പക്ഷേ ഈ പോസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് അതിനേക്കാൾ നല്ലതായതുകൊണ്ട് അങ്ങനെ അവർക്കത് തരുവാൻ അവർക്കൊരു പൂർണ്ണമായും ഒരു തരുവാനുള്ള ആഗ്രഹമില്ല. അപ്പം അവരുടെ ഒരു മനസ്സ് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഇത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. ഇനി ആ ജോലി വേണ്ട എന്ന് എഴുതി തരുമ്പോഴും അത് PSC അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ 2017 മുതൽ ഞാനിതിന് 19 മുതൽ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ, അതായത് 100 കണക്കിന് ജപമാലകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ എപ്പോഴും ചൊല്ലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എംടെക് 2016 അതിനിടയ്ക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരിടത്തും ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്, പക്ഷേ വേറൊരു ജോലി എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇങ്ങനെ പിള്ളേർ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അവർ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവോ ഒരു പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം, എനിക്ക് മാത്രമല്ല ട്യൂഷൻ സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനും അത് കിട്ടി. അതിനുശേഷം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കോള് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുവാണ്, ടീച്ചിങ് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ കുഞ്ഞു പിള്ളേരാണ്, എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും വന്ന്
അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഞങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ബ്രേക്കായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ജോലിക്ക് കയറി. അതിനുശേഷം പിന്നീട് നമുക്കൊരു സ്ഥിരം ജോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് മണിക്കൂർ സമയത്തേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു കോളേജിൽ ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഈ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജുകളിൽ ശ്രമിക്കാമെന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻ്റർവ്യൂവിനൊരു തൊടുപുഴ അടുത്തൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇൻ്റർവ്യൂകൾക്ക് പോകാൻ പറ്റില്ല, കാരണം ഇനി എനിക്കൊരു ജോലി വേണം. ഇത്രയും ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് ഇനി നല്ല ജോലി കിട്ടുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു ജോലി വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വേറൊരു നല്ല കോളേജിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ 2010 ഞാൻ ഏത് കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചോ ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യമായ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 ജോലി ലഭിച്ചു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണം. അത് തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഒരു പോളിടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ആ ജോലി വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4ാമത്തെ ഉടമ്പടിയും പുതുക്കി. അപ്പോൾ അതിനകത്ത് അപ്പോഴത്തേനും ആ സമയമായപ്പോഴത്തേനും മുകളിൽ റാങ്ക് ലിസ്റ്റുള്ളവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എനിക്ക് ഈ ജോലി വേണ്ടാന്ന് എഴുതി തന്നു. പക്ഷേ അവസാനത്തെ കടമ്പ ഈ കാലാവധി ഒത്തിരിയായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, ഇത് കേസിനകത്ത് പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിന് ഇങ്ങനെ കാലാവധി നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഡിലീഷൻ, ഇവർ തന്ന ഡിലീഷൻ PSC സ്വീകരിക്കുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ PSCയുടെ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരൊന്നും പറയുന്നില്ല. ഞാൻ PSCയുടെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ തൈലമൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് PSCയുടെ ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് നടക്കുമെന്ന് സംശയമാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ തൈലമൊക്കെ അതിൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ ആരും കാണാതെ ഒന്ന് പൂശും. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഒരല്പം ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങ് പോരും. അല്ലാതെ ആരും ഒരു പ്രതീക്ഷയൊന്നും തരുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നടക്കും, കാരണം ഞാനിത് മാതാവിനെ ഏൽപ്പിച്ചാൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങ് പോരും. പിന്നെ ഞാൻ ഈ പണ്ട് വർക്ക് ചെയ്ത കോളേജ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ കോളേജിൽ അലുമിനി മീറ്റിനൊക്കെ പോയപ്പം ആ കോളേജിലും പോയി ഉപ്പും തൈലമൊക്കെ പൂശി അങ്ങനെയൊക്കെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവസാനം ഈ ഡിലീഷൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സംശയം. അപ്പം ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം. പക്ഷേ എല്ലാവരും എക്സാം എഴുതാനും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, എൻ്റെ കാര്യം വലുതല്ല എന്നല്ല, പക്ഷേ എന്നാലും എനിക്ക് മാതാവ് ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും തന്നല്ലോ. അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഇവിടുന്ന് സ്റ്റാഫ് പറഞ്ഞു. പക്ഷേ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം കൃത്യം ഒരു 3:30 സമയമായപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് സത്യം പറഞ്ഞ ഈ ജോലിയെക്കുറിച്ച് ഇനി നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. 3 മാസത്തിനുള്ള, അതായത് 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുവാണ്. ആ ഡിലീഷനൊക്കെ സ്വീകരിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി. അതിനുശേഷം വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് റിലീവ് ചെയ്ത് എനിക്ക് 2025 ജൂൺ മാസം 3-ാം തീയതി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട്, വീടിനടുത്തുള്ള പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട് കയറുവാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിലീഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ മുകളിലുള്ള റാങ്ക് ലിസ്റ്റുകാരെ നിന്ന് വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്ത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ആ സമയത്ത് ആ ഡിലീഷൻ്റെ ലെറ്റർ ഞാൻ അയക്കുമ്പോഴും ഈ മാതാവിൻ്റെ തൈലമൊക്കെ ആ ഡിലീഷൻ ലെറ്ററെ പൂശി ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോസ്റ്റിൽ അയക്കുന്നത്. അത് അയച്ച് 2 ദിവസത്തിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്വമനസാല കൊടുത്തതാണ് ഈ ജോലി വേണ്ട എന്ന്, നിങ്ങൾക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചത് അവരെ PSC ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ ഡിലീഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഡിലീഷൻ തരാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ മാതാവ്, അതായത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഈ യോഗം വളരെ ഭംഗിയായിട്ട് നടത്തി എനിക്കൊരു സ്ഥിരമായ ജോലി തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം പുതുക്കിയതിൽ ഓരോ പ്രാവശ്യം നിയോഗങ്ങൾ വെച്ചു. മെയിനായിട്ട് ഈ 2 നിയോഗങ്ങളാണ് വെച്ചെങ്കിലും ചെറുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വിവാഹം നടക്കാത്തവർ, അങ്ങനെ പലർക്കും വേണ്ടി നിയോഗം വെച്ചു.
ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിയോഗം വെച്ച ഒരു നിയോഗവും മാതാവ് നടത്തി തരാതിരുന്നില്ല. എല്ലാ നിയോഗവും ആ ഉടമ്പടിയുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് മാതാവ് നടത്തി തന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി, അതായത് ഭയങ്കര ചൂടാണ്, അപ്പോൾ മുകളിലേക്കൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ കൊള്ളാം ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് താങ്ങാവുന്ന ബാധ്യതയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. ഈ ഉടമ്പടി വഴി മാതാവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന സമയത്ത്, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എന്താവശ്യം, ഇപ്പം ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, എന്നാൽ പറ്റുന്ന വിധം സഹായിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവരെ ഞാൻ സഹായിക്കും. അതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും, അപ്പോൾ അവരെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഉടമ്പടി ജീവിക്കുന്നതാണെന്നുള്ള പൂർണ്ണ മനസ്സോടെ സഹായിക്കും. അതുപോലെ സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ദശാംശം എന്തായാലും പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ, പാവങ്ങളെന്ന് പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ ഉടമ്പടി പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. അത് എല്ലാം നമുക്ക് പാലിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. എന്തായാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രഭാഷകൻ 33, 16, 17 തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ജിൻസി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ അമ്മ മാതാവിൻ്റെ അരികിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വെച്ച നിയോഗം, ഏറെ അസാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വിഷയമായിരുന്നിട്ടും അമ്മ മാതാവ് എങ്ങനെ കൈപിടിച്ച് നടത്തുകയും കാര്യങ്ങൾ ക്രമീകരിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും മനസ്സുകളെ അത് ധാരണയിലേക്ക് എത്തിക്കുകയും 8 വർഷത്തിന് ശേഷം ആ ജോലി മകൾക്ക് സുരക്ഷിതമായി സ്ഥിരമായി നൽകി അനുഗ്രഹിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാക്ഷ്യത്തിൻ്റെ ഓരോ കാര്യവും വളരെ വ്യക്തമായി മകൾ അൾത്താരയിൽ പങ്കുവച്ചു. ജീവിതം കടന്നുപോയ വഴികൾ, പഠനത്തിലുള്ള പരിമിതികൾ, പരീക്ഷ എഴുതിയപ്പോൾ റാങ്ക് പിറകിലായതിൻ്റെ പ്രയാസങ്ങൾ, മുൻപിലുള്ളവർ ഏറെ പേർ ജോലിയുള്ളവരും പ്രാപ്തിയുള്ളവരുമായതിൻ്റെ വിഷയങ്ങൾ. എന്നാൽ ഈ പോസ്റ്റ് പ്രധാനപ്പെട്ടതായതുകൊണ്ട്, നല്ലതായതുകൊണ്ട് തന്നെ അത് വിട്ടുകളയുവാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ആ ഇഷ്ടപ്രകാരം ഉപേക്ഷിക്കുന്നുവെന്ന് എഴുതിത്തരാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ കടമ്പകളെക്കുറിച്ചും മകൾ ഈ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും മകളിത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്. തൻ്റെ കഴിവ് കൊണ്ടല്ല, തൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടല്ല, ആരുടെയെങ്കിലും സവിശേഷമായ സ്വാധീനം കൊണ്ടുമല്ല. അമ്മയുടെ ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈ വിഷയം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്നായി ജീവിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും ജോസഫ് അച്ഛൻ പറയും, നിങ്ങളൊരു നിയോഗം എഴുതി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അത് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് വിട്ടേക്കണമത്. പിന്നീട് എന്താണോ ഉടമ്പടി നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് അത് ജീവിക്കുവാനുള്ള വഴികളെ നിങ്ങൾ കാണണം. വിശുദ്ധിയിൽ ജീവിക്കുക, വിശ്വസ്തതയിൽ ജീവിക്കുക, കാരുണ്യ പ്രവൃത്തികളിൽ സ്ഥിരോത്സാഹത്തോടെ നിരന്തരം നിങ്ങൾ വളരുക. പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാൻ, വിശ്വാസമുള്ളവരെ അതിൽ ആഴപ്പെടുത്തുവാൻ, അതിനുള്ള ജീവിത രീതികൾ നിങ്ങൾ തുടരുകയെന്ന അത് മകളുടെ വാക്കുകളിൽ നമുക്ക് കാണാനാവും. അത് ജോലിയെടുക്കുന്നിടങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പ, തൻ്റെ തന്നെ ജീവിതത്തിൽ പുലർത്തുന്ന ചില നിഷ്ഠകൾ, അതൊക്കെ നിവർത്തിച്ചുകൊണ്ട് മകൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവ് ഓരോരോ തടസ്സങ്ങളും ഓരോരോ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് എന്താണോ ശുഭകരമാക്കി തീർക്കേണ്ടത്, ഏതാണോ ജീവിതത്തിന് ഉപകാരമുള്ളതാക്കി തീർക്കേണ്ടത്, ആ രീതിയിലേക്ക് മകളെ കൊണ്ടുവരുന്നതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ അവസാനത്തവനാണെങ്കിലും നമ്മളെ ആദ്യത്തവനാക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നിനക്ക് ലഭിക്കുന്ന മാർക്കിനെക്കുറിച്ച്, നീ എത്തി നിൽക്കുന്ന നിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്,
നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ജീവിത വിഷയത്തെക്കുറിച്ച് ഒക്കെ ആകുലപ്പെടുമ്പോൾ ഓർക്കണമേ, നീ നിന്റെ കഴിവിലും നിന്റെ കണ്ണുകളിലും മാത്രം ജീവിത വിഷയങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതെപ്പോഴും പ്രശ്നമാണ്, കുരുക്കാണ്, കുടുക്കാണ്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് അതിനെ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം ഓരോന്നും അഴിക്കുന്നത്, ദൈവം ഓരോന്നും മനസ്സിൽ മാനസാന്തരം കൊണ്ടുവരുന്നത്, ദൈവം നമുക്കിണങ്ങിയ വിധത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഉറപ്പുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ നിരന്തരം കൈമാറുന്ന പദ്ധതിയാണ്. സഹോദരി പറഞ്ഞു, 2 ജോലികൾ ഒരുപോലെ ഇടയ്ക്ക് വന്നു. പ്രൈവറ്റ് ആണെങ്കിൽ കൂടിയും അത് കിട്ടുമോ എന്നറിയില്ലായിരുന്നു. ഒരുപോലെ അമ്മ മാതാവ് 2ഉം അനുവദിച്ചു കൊടുത്തു. ജീവിതത്തെ കൈവിടാതെ മുന്നോട്ട് നയിക്കുകയും തക്ക സമയത്ത് ഉയർത്തിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്ത അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ ഏതെങ്കിലും വിഷയത്തിൽ വല്ലാതെ മനസ്സ് ഇടിഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് ഇനി നടക്കില്ലെന്ന് കരുതുന്നവർ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കണമേ. സാധാരണ PSC ലിസ്റ്റ് 8 വർഷമൊന്നും നീളാറില്ല. ചുരുക്ക സമയത്തേക്കാണ് ഓരോ ലിസ്റ്റും വരുന്നത്. എന്നാൽ മകൾ പറയുന്നുണ്ട്, അത് സവിശേഷമായി അത് നീട്ടി മുന്നോട്ട് പോവുകയും തനിക്കത് അനുഗ്രഹമാകുന്നതുവരെയും അമ്മ മാതാവ് അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവെന്ന നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗം എത്ര കണ്ട് മനുഷ്യരുടെ മുമ്പിൽ അസാധ്യമാണെങ്കിലും, നമുക്ക് തന്നെ സ്വയം എത്തിപ്പിടിക്കുവാൻ പറ്റാത്തതാണെങ്കിലും, നമ്മൾ ദൈവതിരുസന്നിധിയിൽ വിശ്വസ്തതയും വിശുദ്ധിയുള്ളവരായി ഉടമ്പടി പാലിക്കുവാനും ജീവിക്കുവാനും തയ്യാറുണ്ടെങ്കിൽ ദൈവം കൂടെ നിന്ന് പൊരുതും. ശാന്തരായിരുന്നാൽ മതി, അനുഗ്രഹം എത്തും വരെയും ദൈവം കൂടെ ഉണ്ടാവും. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഈ ജീവിത അനുഭവത്തിനും ഈ ജോലി അനുഗ്രഹത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.